ഞായറാഴ്ച രാവിലെ ദിവ്യബലിക്കായിട്ട് ഒരുങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് പിതാവ് കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളോട് പിതാവ് പറഞ്ഞു, എനിക്ക് അസ്വസ്ഥമായിട്ടുള്ളൊരു പെയിൻ അനുഭവപ്പെടുന്നു. ഞങ്ങൾ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമായി ഓടി വന്നവർ ഇക്കാര്യം അറിയിച്ചു. തലേദിവസം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയെല്ലാം ചെയ്തു. വേറെ ഒരു പ്രത്യേകമായ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. സാധാരണ പോലെ ഒരു പ്രശ്നമേ ഉണ്ടാകുകയുള്ളൂ എന്ന് നാം കരുതിയെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പിതാവിനെ നാം മേരിക്കുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 2 മണിക്കൂർ സമയം ഈ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം, അതിനുശേഷം പറയാമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞു, കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും പിതാവ് വ്യക്തിപരമായിട്ട് മരണത്തിന് വേണ്ടി വളരെ നേരത്തെ ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഒരു 70 വയസ്സ് കഴിയുന്ന കാലഘട്ടത്തിൽ തന്നെ പിതാവ് പറയുമായിരുന്നു, ഇനി എനിക്ക് അധികം ആയുസ്സില്ല, ഞാൻ ഉടനെ നിത്യതയിലേക്ക് പോകുകയാണ് എന്ന്. അങ്ങനെ മരണത്തെക്കുറിച്ച് പിതാവിന് വളരെ നല്ല ഒരുക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മരണം അടുത്തെത്തി ഹോസ്പിറ്റലിലാകുമ്പോൾ ഡോക്ടർമാരോട് പറയുന്നത്, ഇനി എനിക്ക് നിങ്ങൾ വിദഗ്ധ ചികിത്സയൊന്നും തരണ്ട, എനിക്ക് 87 വയസ്സായി, ഇനി മുന്നോട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റും? ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ പൗരോഹിത്യ കാലഘട്ടം മുഴുവനും ജീവിച്ചു നിത്യതയിലേക്ക് കടന്നു പോകാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുകയായിരുന്നു. ഇനി എനിക്ക് നിങ്ങൾ ജീവൻ നീട്ടിത്തരരുത്, അതുകൊണ്ട് എനിക്കിനി ചികിത്സയുടെ ആവശ്യമില്ല എന്ന് പിതാവ് വളരെ നിർബന്ധപൂർവം തന്നെ ചികിത്സിച്ച എല്ലാവരോടും, അടുത്തു വന്ന എല്ലാവരോടും പിതാവ് പറഞ്ഞു, യാത്ര പറഞ്ഞ് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നിത്യതയിലേക്ക് പിതാവ് കടന്നുപോയി, വളരെ ശാന്തനായിട്ട്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വലിയ ഭാഗ്യമാണ് പിതാവിന് ലഭിച്ചതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. നിത്യതയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഈ ലോകത്തെ ജീവിതം അവസാന നിമിഷം അവസാനിപ്പിക്കുന്ന വേണ്ടിയ കാലഘട്ടങ്ങളിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ നിരവധി കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ പിതാവിന് വെറും നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. കാരണം പിതാവ് വിശുദ്ധിയോടുകൂടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളമാണ് പിതാവിൻ്റെ മരണവും. ഒരു വിശുദ്ധമായ ജീവിതമായിരുന്നു പിതാവിൻ്റേത്. അതിൽ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കും, ഒരു വിശുദ്ധൻ്റെ കൂടെ 20-ലധികം വർഷങ്ങൾ ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന്. ഈ കത്തീഡ്രലിൽ വരുമ്പോഴെല്ലാം പിതാവിൻ്റെ ഖബറെടുത്തെങ്കിലും മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങ് സ്വർഗത്തിൽ വിശുദ്ധിയിലാണ്, എനിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. പിതാവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ധാരാളം കാര്യങ്ങൾ പറയാൻ സാധിക്കും. എങ്കിലും ഒരു സഭയെ നയിക്കാൻ അപ്പസ്തോലൻ്റെ പിൻഗാമി എന്ന നിലയിൽ നിയോഗിക്കപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വായിച്ചെടുക്കാവുന്ന 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. എത്ര തിരക്കുകളുണ്ടെങ്കിലും പിതാവ് പ്രാർത്ഥനയിൽ ഒരിക്കലും തന്നെ കോട്ടം വരുത്തുകയില്ല. ഒരു കോംപ്രമൈസ് ഇല്ല പ്രാർത്ഥനയുടെ കാര്യത്തിൽ. അത് നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുള്ളവർക്കേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് പ്രാർത്ഥനയായിരിക്കും. എന്നാൽ അവസാനം വേണ്ട എന്ന് വെക്കുന്നത് പിതാവിന് പ്രാർത്ഥനയുള്ളൂ. എപ്പോഴും എത്ര ദീർഘദൂര യാത്ര ചെയ്താലും എല്ലാം പിതാവ് പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്നു. ദീർഘനേരം പ്രാർത്ഥിക്കുക, ഏറെ പ്രത്യേകിച്ച് സഭയുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ അത് ഹൃദയത്തോട് ചേർത്ത് വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുക. ഇടുക്കിയിൽ ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൽ ഞാനും ഉണ്ടായിരുന്നു, പങ്കെടുക്കാൻ പോയി. ഒരു 2 മണിയായപ്പോൾ ആരംഭിച്ച പ്രോഗ്രാമുകൾ മുഴുവനും പ്രാർത്ഥനയാണ്. പിന്നീട് അത് അവസാനിക്കുമ്പോഴേക്കും 6 മണിയായിരുന്നു, ഇരുട്ടി. അതുവരെ നിരവധി പ്രോഗ്രാമുകളും പ്രാർത്ഥനയെല്ലാമാണ്. അവിടെ നിന്ന് പിന്നീട് വനത്തിലൂടെ വേണം പോരുന്നതിന്, കണ്ണ് നന്നായിട്ട് കണ്ടുകൂടാ. ഞാൻ ഏകദേശം മടുത്തിരുന്നു, നല്ല വെയിലും എല്ലാമായിരുന്നു, മടുത്തിരുന്നു.
പക്ഷെ പിതാവ് വണ്ടിയിൽ കയറി ഉടനെ തന്നെ യാമപ്രാർത്ഥനയുടെ പുസ്തകം, ഇരുട്ടായി കഴിഞ്ഞ പിന്നെ കണ്ണ് കാണുന്നവർ യാമപ്രാർത്ഥനയുടെ പുസ്തകം എടുത്ത് ഉടനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അത്രയും സമയം പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ യാമപ്രാർത്ഥന ചെല്ലേണ്ട പ്രാർത്ഥനകൾ ഞാൻ മുടക്കുകയില്ല. എന്തൊരു തീഷ്ണതയാണ് പ്രാർത്ഥനയിൽ പിതാവിനുണ്ടായിരുന്നത്. അത് നിത്യതയെക്കുറിച്ചുള്ള നല്ല ആഴമായ ബോധ്യമുള്ളതാണ്. ഒരു നിയമം പാലിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ദൈവസ്നേഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. പിതാവ് എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. രണ്ടാമതായിട്ട് പിതാവ് എപ്പോഴും സഭയെ സ്നേഹിച്ചു. സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചു. ഈശോയുടെ ശരീരമാണ് സഭ. ആ സഭയ്ക്ക് വേണ്ടി പിതാവ് എപ്പോഴും ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ തൻ്റെ ജീവിതം മുഴുവനും വിവിധ ശുശ്രൂഷകളിലാണ്. ആ ജോലി ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു വർക്ക്ഹോളിക്കാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. എപ്പോഴും തീഷ്ണതയോടുകൂടെ ജോലി ചെയ്യുക. അതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ വളരെയധികം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സഭയുടെ വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷകൾ എല്ലാം ചെയ്തതിന് ശേഷം മൗണ്ട് സെൻറ്റ് തോമസിൽ ആരാധനാക്രമത്തെ സംബന്ധിച്ച പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി നിരവധി തവണ പിതാവ് അവിടെ പോയിട്ടുണ്ട്. അതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ദീർഘദൂരം യാത്ര ചെയ്തിട്ടാണ്. ഒരു 6 മണിക്കൂറെങ്കിലും എടുക്കും. വൈകുന്നേരം അവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ ഒരു 6 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. അത്രയും നേരം യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുവിധമുള്ളവരൊക്കെ അവശരായിട്ടുണ്ടാവും. അങ്ങനെ അവശത വന്നു കഴിയുമ്പോൾ ചില ജോലികൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ടതുണ്ട്. അത് പിതാവിൻ്റെ സഹായത്തോടു കൂടി അത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഞാൻ പറയും, പിതാവേ നമുക്ക് ഇന്ന ജോലി കൂടെ ചെയ്യാനുണ്ടല്ലോ, ഇപ്പോൾ തന്നെ ചെയ്യാമല്ലോ, നമുക്കത് ഇപ്പോൾ തന്നെ ചെയ്യാം. പിന്നീട് രാത്രി അവിടെ ഇരുന്ന് 12 മണി വരെ അതിൽ കൂടുതൽ സമയം ജോലി ചെയ്യും പിതാവ്. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി 24/7. അത് പിതാവിൻ്റെ ഒരു വലിയ പ്രത്യേകത. അത് സഭാ സ്നേഹമാണ്. യേശുവിൻ്റെ ശരീരത്തിന് വേണ്ടിയുള്ള വലിയ സ്നേഹമാണ്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു, വലിയ സഭാസ്നേഹിയായിരുന്നു. തനിക്കൊരു വിശ്രമമെന്ന് ഒന്ന് അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പകരം മുഴുവൻ സമയവും സഭയ്ക്ക് വേണ്ടി ജീവിച്ച വലിയ വ്യക്തിത്വം. മൂന്നാമതായിട്ട് എനിക്കൊരിക്കലും വ്യക്തിപരമായിട്ട് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യവും പിതാവിനത് സാധ്യമായി. വലിയ ദൈവകൃപ ഉണ്ട്. ഒന്നിനെക്കുറിച്ചും നെഗറ്റീവ് പറയുകയല്ല പിതാവ്. എപ്പോഴും പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. ഇപ്പോൾ ഞാൻ പിതാവിൻ്റെ കൂടെ 10 കൊല്ലം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചല്ലോ. സെക്രട്ടറി എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ചെയ്തു കൊടുക്കുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് പോലും നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എത്രയോ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറയാനുള്ളതുണ്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ തിരുത്തുന്നതിൽ പിതാവിന് മടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചും നെഗറ്റീവ് പറയില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് പറയുക. ഇനി വ്യക്തികളെക്കുറിച്ചല്ല, സാധാരണ സാഹചര്യങ്ങളെക്കുറിച്ചും ഈ ചെയ്തത് അത്ര ശരിയായില്ല, കുറച്ചുകൂടെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി അങ്ങനെ ചെയ്യാമായിരുന്നു, ഒന്നും അങ്ങനെ ഒരു വിലയിരുത്തൽ ഇല്ല എന്നല്ല. അവിടെ വന്ന കുറവുകളെ പിതാവ് അതൊക്കെ ദൈവം സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിക്കുന്ന അവസരത്തിൽ ഏത് കൊടുത്താലും പിതാവ് ഭക്ഷണം കഴിക്കുമായിരുന്നു. നമ്മൾ എങ്ങനെയായാലും പറയും, ഇതിനിത്ര ഉപ്പ് കൂടിയിട്ടില്ല, കുറച്ച് എരിവ് കൂടിപ്പോയി, ഇത് തണുത്ത ഭക്ഷണമായിപ്പോയി, ചൂട് ആയിരിക്കണം. നമ്മൾ ആരാ പറയാത്തത്? പക്ഷേ ഈ കാലഘട്ടത്തിൽ പിതാവിനോട് കൂടെ ജീവിച്ചിരുന്ന 20 വർഷം പിതാവ് ഒരിക്കൽ പോലും ആ കൊടുത്ത ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച്, അതിൻ്റെ കുറവുകളെക്കുറിച്ച് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അങ്ങനെ അതാണ് ആ വലിയൊരു വ്യക്തിത്വം, വിശുദ്ധിയുടെ ഒരു വലിയ വ്യക്തിത്വം. ഒന്നിനെക്കുറിച്ചും കുറ്റപ്പെടുത്താതിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് അതിനെ കാണുക. അത് വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി പിതാവിനെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 3 കാര്യങ്ങൾ ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. മറ്റുള്ളവരെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ അവരിലെല്ലാമുള്ള കഠിനാധ്വാനവും നന്മകളും നമുക്ക് സ്വീകരിക്കുകയും ഹൃദയത്തിൽ ചേർക്കുകയും ചെയ്യാനുള്ള കൃപ നൽകണമേ. പിതാവിനത് നൽകിയല്ലോ എന്നോർത്ത് പ്രാർത്ഥിക്കാം. മുഴുവൻ സമയവും യേശുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ പിതാവിനെ പോലെ നമുക്ക് ലഭിക്കണമേ എന്ന് ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള നിൻ്റെ കൃപയാലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ട്
പൂർണ്ണമായും പ്രാർത്ഥനയുടെ വ്യക്തികളായി തീരാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പിതാവിനോട് തന്നെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും പിതാവ് വഴി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലൊരു പിതാവിനെ ദൈവം നമുക്ക് നൽകിയതിനും കല്യാണിൽ നിന്ന് ആ ശുശ്രൂഷകളെ നമ്മുടെ താമരശ്ശേരിയിലേക്ക് പറിച്ചു നട്ടതിനും നമ്മോടൊപ്പം 23-ലധികം വർഷങ്ങൾ ചേർന്ന് സഞ്ചരിക്കാൻ അനുഗ്രഹം നൽകിയതിനെല്ലാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും നിത്യതയുടെ കിരീടം നൽകി അദ്ദേഹത്തെ ആദരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.